2026 ഓഗസ്റ്റ് 3 ഇപ്പോൾ സമയം 10 മണിയോട് അടുക്കുന്നു. പാല കടപ്പാട്ടൂർ പാലത്തിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ്. ഇന്നത്തെ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. പാലായിൽ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ശക്തമായ മഴയും പാലായിൽ വെള്ളപ്പൊക്കവുമാണ്. ഇന്നലെ ഞായറാഴ്ച ഇവിടെ വെള്ളം ഒന്ന് താഴ്ന്നിരുന്നു. റോഡിലൂടെയൊക്കെ വാഹന ഗതാഗതവും ഒക്കെ പൂർവ്വസ്ഥിതിയിലായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ വെള്ളം ഉയർന്നു. അത് കടപ്പാട്ടൂർ പാലത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം. ഇവിടെ കാണുന്നത് കടപ്പാട്ടൂർ അമ്പലമാണ് കാണുന്നത്. അമ്പലത്തിന്റെ ഗ്രൗണ്ടിലൊന്നും വെള്ളം ഇപ്പോഴില്ല. പിന്നെ സാന്ത്വ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ കാണാം. അതുപോലെ നൂൽച്ചിലാറ് ഏതാണ്ട് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലും കൊട്ടാരമറ്റത്തെ പാലായിലെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളമാണ്. വാഹനങ്ങളൊന്നും ഓടുന്നില്ല. പാലായിൽ ഇന്ന് സ്കൂളുകൾക്കും എല്ലാം അവധിയാണ്. തീർച്ചയായിട്ടും ഈ 3 ദിവസം ഇങ്ങനെ ശക്തമായ വെള്ളം പാലായിൽ വെള്ളം നിൽക്കുമ്പോൾ പാലായുടെ താഴ്ന്ന പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും കോട്ടയം കുട്ടനാട് ഭാഗങ്ങളിലെല്ലാം അതിശക്തമായ വെള്ളപ്പൊക്കത്തിന് സാഹചര്യമുണ്ട്. പാലായിൽ നിന്നും കിഴക്കൻ ഭാഗങ്ങളിൽ ഇനിയും ശക്തമായിട്ട് മഴ പെയ്താൽ പാലായിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വെള്ളപ്പൊക്കത്തിനുള്ള സാഹചര്യവും നമ്മൾ കരുതിയിരിക്കണം. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധമൊക്കെ സ്ഥലത്തും വിച്ഛേദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലയിടത്തും വൈദ്യുതി ഉണ്ട്. അതിന്റെയൊക്കെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഒരു അല്പം കൂടിയൊക്കെ വെള്ളം ഉയരും എന്ന പ്രതീക്ഷയിൽ തന്നെ പാലക്കാര് കാര്യങ്ങളെ നോക്കിക്കാണണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം ഇതിനോടൊപ്പം വീഡിയോ ഞാൻ പാലായിലും വിദേശത്തുമൊക്കെയുള്ള പാലക്കാർക്കും എല്ലാവർക്കും വേണ്ടി അറിവിലേക്ക് ഷെയർ ചെയ്യുന്നു. എല്ലാവരും ഇതുപോലെ വെള്ളമുള്ളപ്പം കുട്ടികളും മുതിർന്നവരും ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും മറ്റും കൂടുതൽ സൂക്ഷിക്കണം. അപകടം ഒന്നും ഉണ്ടാകാതെ എല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, താങ്ക് യു.